അനീഷേട്ടൻ ശരിക്കും പറഞ്ഞ ഈ ബിഗ് ബോസിലൂടെ വന്നപ്പോഴാണ് ഇവിടെ ജനങ്ങളായിട്ട് കൂടുതൽ വരുന്നത്. ആളൊരു ഒതുങ്ങിയ മനുഷ്യന്. ആള് കഥ കവിത അങ്ങനെ എഴുത്തുകാരനും മറ്റുള്ള ആൾക്കാരില്ല. പള്ളിയിലേക്ക് പോവും. ഇവിടെയുള്ള ആൾക്കാർ ഞങ്ങൾ തന്നെ അറിയപ്പെടില്ല എന്ന്. ആൾ അനിയനാണ് പിന്നെ ഇവിടെയൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ അനീഷേട്ടൻ ഒരു സൈലന്റ് മാനാണ്. ഇപ്പോഴും ആൾക്കാർ ജനങ്ങളായിട്ട് വർത്തമാനം പറയാൻ തന്നെ കാണുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടും. ആളങ്ങനെ ആരായിട്ട് അതിന് തുറന്ന് സംസാരിക്കാത്ത ആളാണ്. ആളൊരു ഒതുങ്ങിയ ജീവിതം നയിക്കുന്ന ആളാണ്. ആളെ അതാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇന്നലത്തെ എപ്പിസോഡ് കണ്ടായിരുന്നു അനുമോളെ പ്രപ്പോസ് ചെയ്തത്. അത് അനീഷേട്ടൻ പ്രപ്പോസ് ചെയ്ത് അത് ആദ്യം നമ്മൾ കണ്ടല്ലോ. ആദ്യത്തെ ഒരു എപ്പിസോഡിൽ പ്രപ്പോസ് ചെയ്യുന്നത് അവര് ഊഞ്ഞാലിരുന്ന് രണ്ടാളും ലൈവായിട്ട് ചോദിക്കുന്നുണ്ട് അനീഷേട്ടൻ. അനുമോൾക്ക് ഒരു ചെറിയ ഇഷ്ടമുള്ളത് തോന്നുന്നു. അനുമോൾക്ക് ഇഷ്ടമുണ്ട്. അനുമോള് പരസ്യമായി പറഞ്ഞല്ലോ ആള് ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് അനീഷേട്ടൻ. എല്ലാവരും ചേർത്ത് പിടിക്കുന്ന അവൾക്ക് ആ താല്പര്യമാണ്, ഇഷ്ടമാണ്. പക്ഷേ അവരുടെ ഇഷ്ടം പെട്ടെന്ന് അങ്ങനെ തുറന്ന് പഠിച്ച് പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടിക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ അങ്ങനെ തുറന്നടിച്ച് പറയാൻ പറ്റില്ല. ലേഡീസ് ആകുമ്പോൾ ആണുങ്ങളെ പോലെ അല്ലല്ലോ. അത് കാരണം ആ ഒരു ഇതിലാണ് നിൽക്കണേ. അപ്പോൾ ലാലേട്ടനും കൂടി ഇന്നലെ അത് പറഞ്ഞപ്പോൾ അവിടെ മൊത്തത്തിൽ അവിടെ അത് ചർച്ച നടക്കുന്നുണ്ട്. അവർ രണ്ടു കൂട്ടർ ഒന്നിക്കാൻ ഒന്നിക്കിട്ടെ നല്ലൊരു കാര്യമാണ്.